തുമ്പിപ്പെണ്ണ് വലിയ കുട്ടിയായി എന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അവളെ ഋതുമതി ഫംഗ്ഷനായിട്ട് നടത്തണമെന്ന് ചേച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ടായിരുന്നു കേട്ടോ. ചേട്ടായിൻ്റെ ഫാമിലി ആയാലും സതീഷേട്ടൻ്റെ ഫാമിലി ആയാലും ശ്യാമേച്ചീൻ്റെ ഫാമിലി ആയാലും ഒരുപോലെ സപ്പോർട്ട് നിന്നുകൊണ്ട് ഞങ്ങൾക്കത് സിമ്പിളായിട്ട് നടത്താൻ പറ്റി. അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. സതീഷേട്ടൻ്റെ വീട്ടുകാരും രമ്യേച്ചിൻ്റെ ശ്യാമേച്ചീൻ്റെ വീട്ടുകാരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ തലേന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യുകയാണേ. ഉണ്ണിയേട്ടൻ്റെ മാല ഒക്കെ കോർത്ത് സെറ്റാക്കുവാണേ. വീഡിയോ എടുത്തിരുന്നത് എനിക്ക് മിന്നു കേട്ടോ. ഞാൻ അവിടെ മെഹന്തി ഇടുന്നതിൻ്റെ പരിപാടിയിലായിരുന്നു. ഇവർ ഈ ഇല എങ്ങനെ സെറ്റാക്കുമെന്ന് ആലോചിച്ച് ഭയങ്കര എങ്ങനെ ഇത് ചുമലിൽ നിർത്തണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ലാസ്റ്റ് എന്തൊക്കെയോ കാണിച്ച് സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ എല്ലാവരും കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. മക്കളെയൊക്കെ ഉറക്കുന്നതുകൊണ്ട് മെഹന്തി ഇടാൻ കുറച്ച് താമസമായി കേട്ടോ. പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങി. തുമ്പിപ്പെണ്ണിനെ മുറ്റത്ത് കൊണ്ടുപോയി ഇരുത്തി. ആദ്യം സതീഷേട്ടൻ മഞ്ഞൾ ചാർത്തി. പിന്നെ അവളെ അച്ഛൻ അവൾക്ക് ഇത് ചാർത്തി കൊടുത്തു, മഞ്ഞൾ ഇതാക്കി കൊടുത്തു. ഞങ്ങൾ ഈ കസ്തൂരി മഞ്ഞളും തേങ്ങാപ്പാലും കൂടിയിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ട് അവൾ മുഖത്തൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ. മേല് മൊത്തം തേച്ച് ദിവസവും കുളിപ്പിക്കുന്നുണ്ട്, അന്ന് എല്ലാവരെയും കൊണ്ട് തേക്കാൻ വേണ്ടിയിട്ടോ. ഇത് ലീലമ്മയാണ്, അവൾ അച്ചമ്മയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ യാനൂസ് ഓടിപ്പോയി കേട്ടോ, അവനും തേക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും തേക്കുന്ന കണ്ടപ്പോൾ ചെക്കനും ഒരു കൊതി തേക്കണം എന്നുള്ളത്. പിന്നെ അവനും പോയി തേച്ച് കൊടുത്തു. പിന്നെ ശ്യാമളമ്മ തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് കുക്കും മിന്നൂസും ഒക്കെ തേച്ച് കൊടുത്തു. തുമ്പി തന്നെ വായിൽ വരിക കേട്ടോ. മിന്നും കുക്കും തേച്ച് കൊടുത്ത്. പിന്നെ ചേച്ചിയും ഞാനും ഒക്കെ തേച്ച് കൊടുത്തു കേട്ടോ അവൾക്ക്. എല്ലാവരും പുറകിൽ നിന്ന് വരിയായി തേച്ച് മാറുക കേട്ടോ. ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് യാനൂസിൻ്റെ മുഖത്ത് എന്താണെന്ന് ചോദിച്ചേക്കുവാണേ. അവന് ഈ കിടക്കുമ്പോൾ ഈത്ത പറ്റുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് രാവിലെ എണീറ്റ് മുഖം കഴുകുമില്ല, അതിങ്ങനെ ഈത്ത പാറ്റിയതിൻ്റെ പാടും ഉണ്ടാവേ. അത് കഴിഞ്ഞ് മിന്നൂസ് തേച്ച് കൊടുത്തു. പിന്നെ കുക്കു വന്നിട്ട് കുക്കുവിൻ്റെ കയ്യിൽ നമ്മളെ ചെറുതുണ്ടായി, അവനെയും കൊണ്ട് തേപ്പിച്ചു. ചെറുതിനോട് തേക്ക് എന്ന് പറഞ്ഞ കേട്ടോ തുമ്പി ചിരിച്ചുകൊണ്ടിരിക്കും. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഈ ചിരിച്ചിരിക്കുന്ന മക്കളെ മുഖം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. തുമ്പി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കുഞ്ഞിച്ചക്കനും തേച്ചു. പിന്നെ ലാസ്റ്റ് ചേച്ചിയും തേച്ച് കൊടുത്തു. ചേച്ചി എന്നെ വീഡിയോയിൽ എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതികാരമായിട്ട് ഞാൻ ചേച്ചീനും മൊത്തം എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനായിരുന്നു ക്യാമറ പിടിച്ചോണ്ടിരുന്നത്. പിന്നെ ഞാനത് മിനുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനും പോയി അവളെ തേച്ച് കൊടുത്തു. പിന്നെ ഞാനും അവളുടെ അച്ഛൻ്റെ അനിയത്തിയും കൂടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുകയാണ്. അമ്മായിമാരാണ് കുളിപ്പിച്ച് കയറ്റേണ്ടതെന്ന് പറയാം. അപ്പം ഞാനും അവളുടെ രണ്ടമ്മായിമാരും കൂടിയിട്ട് അവളെ മേത്ത് മഞ്ഞൾ വെള്ളം കോരി ഒഴിക്കുക കേട്ടോ. അങ്ങനെ ഋതുമതിന്ന് എഴുതി ഫ്രണ്ടിൽ തൂക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളെ ഡ്രസ്സാട്ടോ ഇത്. ഡ്രസ്സിൻ്റെ വീഡിയോ പിള്ളേരെടുത്ത് വെച്ചതാണേ. ഡ്രസ്സും അവൾക്ക് ഒരുങ്ങാനുള്ള മുല്ലപ്പൂവും മാലയും കമ്മലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായേ. അത് കഴിഞ്ഞ് അവൾ കുളിച്ച് കയറി വന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞ് അവളെ ആൻറ്റി ആദ്യം കാലിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നനച്ച്. പിന്നെ ആരതി അമ്മ ഒഴിഞ്ഞു. പിന്നെ ലീലമ്മ വിളക്ക് കൊടുത്ത് അവളെ അകത്തേക്ക് കയറ്റുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തുനിന്ന് പിന്നെ അവളെ ഒരുക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. പാർട്ടായിട്ട് നമുക്ക് ഇടാം കേട്ടോ വീഡിയോസ്. അടുത്ത വീഡിയോ ഇതിൻ്റെ പുറകെ നമുക്ക് ഇടാം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ.
അങ്ങനെ തുമ്പിപ്പെണ്ണ് വിളക്ക് കൊളുത്തി അകത്തേക്ക് കയറുക കേട്ടോ. അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ വിളക്കല്ലേ, ഞങ്ങൾക്കും പേടിയായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ വിളക്കകത്തേക്ക് അവൾ എടുത്തു വെച്ചു കേട്ടോ.